വാസ്തവി. തിരുവനന്തപുരത്ത് നെടുമങ്ങാടാണ് വലിയ അപകടം ഉണ്ടായത്. ടൂറിസ്റ്റ് ബസ് മറിഞ്ഞു. കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ഈ ബസ്സിലുണ്ടായിരുന്നത്. 49 പേർ അപകടത്തിൽപ്പെട്ടു. അതിൽ ഒരാൾ മരിച്ചു. ഭാസിനി എന്നു പേരുള്ള ഒരു സ്ത്രീയാണ്, 60കാരിയാണ് മരിച്ചിരിക്കുന്നത്. വിനോദയാത്രയ്ക്ക് പോകുന്ന സംഘമായിരുന്നു. മൂന്നാറിലേക്ക് യാത്ര തിരിച്ചതായിരുന്നു ഈ സംഘം. ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് ഇവർ പോയത് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആദ്യഘട്ടത്തിൽ സ്കൂളിൽ നിന്ന് വിനോദയാത്രയ്ക്ക് പോയ സംഘമാണ് അപകടത്തിൽപ്പെട്ടത് എന്നത് സംബന്ധിച്ച വാർത്തകളാണ് ആദ്യഘട്ടത്തിൽ പുറത്തു വന്നത്. എന്നാൽ അത് അല്ല എന്ന സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു. ആ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസ് മറിയുകയായിരുന്നു. ഒരു കൂറ്റൻ വളവായിരുന്നു. ആ വളവിലാണ് ബസ് മറിഞ്ഞിരിക്കുന്നത്. അവിടെ നിരവധി അപകടങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അതിനെതിരെ നിരവധി തവണ പരാതി നൽകിയിരുന്നു. എന്നാൽ പരാതി നൽകിയിട്ടും അത് പരിഹരിച്ചിരുന്നില്ല. ഒപ്പം റോഡ് പണിയും നടക്കുന്നുണ്ട്. ഇതായിരിക്കാം ഈ ബസ് മറിയാൻ കാരണം എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഏതായാലും ആ കാരണം ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. ഈ ബസിന്റെ ഡ്രൈവറുമായി പോലീസ് ആശയവിനിമയം നടത്തിയോ? എന്താണ് മറിയാനുള്ള കാരണം എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ മിഥുൻ? ഡാൻ, ബസിന്റെ ഡ്രൈവറുമായി പോലീസ് ആശയവിനിമയം നടത്തിയോ? അയാളോട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാൻ സാധിച്ചുവോ? അത് അല്പം കൂടി കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. ആദ്യഘട്ടത്തിൽ ഇങ്ങനെ ഒരു അപകടമുണ്ടായ ഒരു സാഹചര്യത്തിൽ രക്ഷാദൗത്യത്തിന് മാത്രമാണ് പ്രാധാന്യം കൊടുത്തത്. പരിക്കേറ്റവരുടെ ആരോഗ്യസ്ഥിതി അത് കൃത്യമായി വിലയിരുത്തി കൂടുതൽ വിദഗ്ധ ചികിത്സ ആവശ്യമുള്ളവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുന്ന നടപടികളാണ് ആദ്യം നടന്നത്. അതിനുശേഷമാണ് ബസ് ഉയർത്തുന്ന നടപടികളിലേക്ക് പോലീസും അഗ്നിശമന സേനയും ചേർന്ന് കടന്നത്. ഏറെ ശ്രമകരമായ ദൗത്യത്തിനൊടുവിൽ 11:30യോടെയാണ് ഈ ബസ് പൂർണ്ണമായി ഉയർത്താനായത്. അതിനുശേഷം ഈ ഇന്ധന ചോർച്ചയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ബസ്സിനുള്ളിൽ പരിശോധന നടത്തുകയാണ്. പിന്നീടായിരിക്കും ഈ അപകടത്തിൽപ്പെടാനുള്ള സാഹചര്യം എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ നാളെ രാവിലെ അത്തരത്തിലുള്ള പരിശോധനകളൊക്കെ നടക്കത്തുള്ളൂ. നിലവിൽ മറ്റ് ആശങ്കാജനകമായ ഒരു സ്ഥിതി നിലവിലില്ല എന്ന വിവരമാണ് നെടുമങ്ങാട് നിന്ന് ലഭിക്കുന്നത്. ഏതായാലും നെടുമങ്ങാട് നിന്ന് ആശ്വാസകരമായ വാർത്തയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഒരു സ്ത്രീ മരിച്ചു, നിരവധി പേർക്ക് പരിക്കുണ്ട്. എങ്കിലും വലിയ അപകടമായിരുന്നു. കൂടുതൽ പേർക്ക് അപകടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു. ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറിയിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. തിരുവനന്തപുരം നെടുമങ്ങാടാണ് ബസ് മറിഞ്ഞത്. ടൂറിസ്റ്റ് ബസ്സാണ് മറിഞ്ഞത്. നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. 49 യാത്രക്കാരാണ് ബസ്സിൽ ഉണ്ടായിരുന്നത്. മൂന്നാറിലേക്ക് പോവുകയായിരുന്നു സംഘം. അതിൽ ആ സംഘം യാത്ര തിരിച്ച് അല്പസമയത്തിനകം തന്നെ അപകടത്തിൽപ്പെടുകയായിരുന്നു എന്ന വിവരമാണ് വരുന്നത്. രാത്രി 10:15 അപകടം നടന്നത്. 49 പേരിൽ നിരവധി പേർക്ക് പരിക്കുണ്ട്. ഈ പരിക്കേറ്റവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഡാൻ കുര്യൻ വീണ്ടും ചേരുകയാണ്. ഡാൻ, ഈ പരിക്കേറ്റവരുടെ നില ഇപ്പോൾ എങ്ങനെയാണ് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? ഒരു വിവരങ്ങളും നിലവിൽ ലഭ്യമായിട്ടില്ല. സാരമായ പരിക്കുകൾ ആർക്കുമില്ല ഒക്കെ അറിയാൻ കഴിയുന്നുള്ളൂ. താലൂക്ക് ആശുപത്രിയിൽ ഏതാനും പേർ ചികിത്സയിലുണ്ട്. അവർക്ക് വലിയ തരത്തിൽ പരിക്കേറ്റവരായിരുന്നില്ല. ആദ്യഘട്ടത്തിൽ താലൂക്ക് ആശുപത്രിയിലേക്കായിരുന്നു ഇവരെ എല്ലാവരും എത്തിച്ചത്. അവിടെ നിന്ന് വിദഗ്ധ ചികിത്സ ഉറപ്പുവരുത്തേണ്ടതായിട്ടുള്ള പരിക്കേറ്റവരെയാണ്, തലയ്ക്കുൾപ്പെടെ പരിക്കേറ്റവരെയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഏതാണ്ട് 20 പേർക്ക് മുകളിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഇപ്പോൾ ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അവർക്ക് വിദഗ്ധ ചികിത്സ അവിടെ ഉറപ്പുവരുത്തുന്നുണ്ട്. മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് തന്നെയാണ് ഈ നടപടികൾക്കൊക്കെ മേൽനോട്ടം വഹിക്കുന്നത്. മറ്റ് നടപടിക്രമങ്ങളൊക്കെ ഇപ്പോൾ മന്ത്രി GR അനിൽ മാധ്യമങ്ങളെ കാണുകയാണ്. ഗുരുതരമായ ഈ ഒരു അപകടാവസ്ഥയിൽ അതിനെ സംബന്ധിച്ച് അന്വേഷിച്ചിട്ടേ പറയാൻ കഴിയും. 49 പേര് മൊത്തം വാഹനത്തിൽ ഉണ്ടായിരുന്നതാണ് അറിയാൻ കഴിഞ്ഞത്. 26 പേര് ഇവിടെ 25, അവിടെ 7 പേര്. ബാക്കിയുള്ളവർ നെടുമങ്ങാട് ഹോസ്പിറ്റലിലുണ്ട്. നെടുമങ്ങാട് ഹോസ്പിറ്റലിൽ ഒരാൾ മരണപ്പെട്ടു. ദാസിനി എന്ന് പറഞ്ഞ 61 വയസ്സുള്ള ഒരു ലേഡി. മറ്റ് ആരും തന്നെ ഗുരുതരമായ അവസ്ഥയിൽ അവിടെ ഇല്ല. ഒരുവിധമുള്ളവരെല്ലാം ഇനി അയക്കുകയാണ് ഉണ്ടായത്. ഇവിടെ ഡോക്ടർ പറഞ്ഞത് ആവശ്യമായിട്ടുള്ള അറ്റൻഷൻ നൽകുന്നുണ്ട്. അപകടകരമാവുന്ന അവസ്ഥ പറയാൻ കഴിയുന്ന അവസ്ഥയിലുള്ള ഒരു വിഷയവും ഇവിടെ ശ്രദ്ധയപ്പെടുത്തിയിട്ടില്ല. ഇതുവരെ പോലീസോ ഡോക്ടേഴ്സോ പറഞ്ഞത് ഇതുവരെ നമ്മുടെ മുന്നിൽ അങ്ങനെ ഒരു വിഷയം വന്നിട്ടില്ല. ആദ്യമായിട്ടാണ് ഈ ബസ് മറിയുന്ന അവസ്ഥ. ഗുരുതരാവസ്ഥ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു അപകടാവസ്ഥയെ കുറിച്ച് ആരും തന്നെ ഡോക്ടേഴ്സ് പറഞ്ഞില്ല. ആ ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ്.
മന്ത്രി GR അനിലാണ് സംസാരിച്ചത്. നിരവധി പേർക്ക് പരിക്കുണ്ട്, ഒരാൾ മരിച്ചു എന്ന വിവരമാണ് മന്ത്രി സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഡോക്ടർമാർ ആവശ്യമായ ചികിത്സ നൽകിക്കൊണ്ടിരിക്കുകയാണ്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും താലൂക്ക് ആശുപത്രിയിലും ആളുകളെ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്ന വിവരമാണ് മന്ത്രി GR അനിൽ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്.